ഹമാസിനെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്തർദേശീയ തലത്തിൽ പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം നടത്താനുണ്ടായ സാഹചര്യവും അതിന്റെ ഭാഗമായി അന്തർദേശീയ തലത്തിൽ നടക്കാനിടയുള്ള അതിന്റെ അലയൊലികളും ഇതേ ചൊല്ലി ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ എടുത്ത നിലപാട്, ഒപ്പം പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഗൾഫ് സഹകരണ മേഖലയിലെ പുതിയ നീക്കങ്ങൾ എല്ലാം ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ആക്രമണം നടത്തുന്നതിന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് എതിരായിരുന്നുവെന്നും ഇത് അവഗണിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് ആക്രമണം നടത്തിയത് എന്നുമുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിനെ എതിർത്ത് രംഗത്തുമെത്തി. മറ്റു ലോകരാഷ്ട്രങ്ങൾ പൊതുവെ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത സ്ഥിതിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഏതൊരു സാഹചര്യത്തിലും ഖത്തറിൽ ആക്രമണം നടത്തുന്നതിനോട് മൊസാദിന് എതിർപ്പുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഗാസ വിഷയത്തിൽ ഹമാസുമായുള്ള മധ്യസ്ഥതയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ഖത്തറാണ്. ഇപ്പോഴത്തെ സാഹചര്യമാകട്ടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്കും ബന്ദിമോചനത്തിനും അനുകൂല നിലപാട് ഹമാസ് സ്വീകരിച്ചു വരുന്ന സമയവും. അതുകൊണ്ട് തന്നെ ആദ്യം വെടിനിർത്തൽ, ബന്ദിമോചനം ഇവ യാഥാർത്ഥ്യമാകട്ടെ, അതിന് തുരങ്കം വെക്കുന്ന ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നായിരുന്നു മൊസാദ് എടുത്ത നിലപാട്. ലഭ്യമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഈ ആക്രമണ പദ്ധതിയെ എതിർത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരിട്ടൊരു കരയാക്രമണം നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ച് 15 പോർവിമാനങ്ങൾ അയച്ച് ദോഹയിൽ ബോംബാക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുത്തത് എന്നാണ് വിവരം. മൊസാദിന്റെയോ IDFന്റെയോ പിന്തുണയില്ലാതെ നടന്ന ആക്രമണമായതിനാൽ തന്നെയാണ് ചൊവ്വാഴ്ചത്തെ നെതന്യാഹുവിന്റെ ആക്രമണ നീക്കം പാളിപ്പോയത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന ഖത്തറും മൊസാദും തമ്മിൽ നല്ലൊരു ഉഭയകക്ഷി ബന്ധമുണ്ടായിരുന്നു. സ്വാഭാവികമായും വെടിനിർത്തലിന് ഏറെക്കുറെ അടുത്തെത്തിയ ഈ മധ്യസ്ഥതയ്ക്ക് കോട്ടം വരികയോ മൊസാദുമായി ഖത്തറിനുള്ള ബന്ധം തകരുകയോ ചെയ്യുമെന്ന് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഖത്തറിൽ പോയി ആക്രമിക്കാനുള്ള നീക്കത്തെ മൊസാദ് എതിർത്തത്. മാത്രമല്ല, ബന്ദികളെ കൈമാറ്റം ചെയ്യാൻ ഹമാസ് തയ്യാറായിട്ടുമുണ്ട്. ആദ്യം ബന്ദികളെ സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിക്കണം. അതിനുശേഷം 3-4 വർഷത്തിനകം ഹമാസിനെ പിടികൂടാനും സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും മൊസാദിന് കൃത്യമായ ആസൂത്രണമുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ആക്രമണം എന്തിന് എന്ന ചോദ്യമാണ് മൊസാദ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഏജന്റുമാരെ അയക്കുക എന്ന പദ്ധതിയെ മൊസാദ് എതിർത്തു. ബന്ദിമോചനം യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതയും തുറന്നിരിക്കുന്ന അവസ്ഥയിൽ അതിന് വിഘാതമാകുന്ന ഒരു നടപടിയെയും പിന്തുണയ്ക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാകാം ബന്ദിമോചന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന IDF ഉദ്യോഗസ്ഥനായ നിത്സാൻ അലോണിനെ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ആക്രമണം ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് ഇസ്രായേൽ ക്ഷണിച്ചിരുന്നില്ല. US മുന്നോട്ട് വെച്ച ബന്ദിമോചനം അടക്കം ചർച്ച ചെയ്യുന്നതിനും വെടിനിർത്തലിന് രൂപം നൽകുന്നതിനുമാണ് ഹമാസ് ഖത്തറിൽ ഒത്തുകൂടിയത്. ആ യോഗത്തിലേക്കായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണവും. സ്വാഭാവികമായും നയതന്ത്ര തലത്തിൽ തങ്ങൾക്ക് കൂടി നേട്ടമാകുന്ന ഒരു നീക്കത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തോട് USനും യോജിക്കാനാകുന്നില്ല. സംഘർഷം അവസാനിപ്പിച്ച് അതിന്റെ നേട്ടം സ്വന്തമാക്കാൻ കാത്തിരുന്ന ട്രംപിന് ഇസ്രായേലിന്റെ നീക്കം തിരിച്ചടിയായതിന്റെ സൂചനയാണ് ആക്രമണം നെതന്യാഹുവിന്റെ തീരുമാനമാണ് എന്ന പ്രസ്താവന നടത്തി തന്റെ എതിർപ്പ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചത്. ഈ നയതന്ത്ര നീക്കത്തിനപ്പുറം അടുത്ത കാലത്തായി ട്രംപ് ഭരണകൂടം ഗൾഫ് രാഷ്ട്രങ്ങളുമായി ആരംഭിച്ച വ്യാപാര നിക്ഷേപ സഹകരണങ്ങൾക്ക് മേൽ വീഴുന്ന കറുത്ത നിഴലാകുമോ ഇസ്രായേൽ ആക്രമണമെന്ന ആശങ്ക ട്രംപിനുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിരവധി ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട് എന്നതും ഗൾഫ് രാഷ്ട്രങ്ങളുടെ അപ്രീതിക്ക് കാരണമാകാതെ നോക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു. അതിന്റെ തെളിവാണ് ആക്രമണം ഇനി ആവർത്തിക്കില്ല എന്ന് ഖത്തറിന് ട്രംപ് ഉറപ്പു നൽകിയതും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനിക്ക് ട്രംപ് അത്താഴ വിരുന്നൊരുക്കിയതും. ചുരുക്കത്തിൽ ഒരു കാരണം കൊണ്ടും വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയവരെ വധിക്കാൻ ശ്രമിച്ചതും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച ഖത്തറിൽ ആക്രമണം നടത്തിയതും ഇസ്രായേലിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇതാണ് ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുന്നത്. മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആക്രമിച്ച ഇസ്രായേലിന്റെ നീക്കം പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള ഈ 3 രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അടുത്ത കാലത്തായി എതിർത്തു വരികയാണ്. ഖത്തറിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ ആക്രമണത്തെ അപലപിച്ച് ബ്രിട്ടനും ഫ്രാൻസും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഈ പ്രമേയത്തെ ഇസ്രായേലിന്റെ അടുത്ത സുഹൃത്തായ അമേരിക്ക പിന്തുണച്ചതും ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിന് തെളിവായി.
സാധാരണഗതിയിൽ ഇസ്രായേലിനെതിരായ ഏതൊരു നീക്കത്തെയും അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു പതിവെന്ന് ഓർക്കണം. ഏറ്റവും വലിയ ഒരു മാറ്റം ഇസ്രായേലിനെ തള്ളിപ്പറയാൻ ഇന്ത്യയും തയ്യാറായി എന്നതാണ്. പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിച്ച് UN പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ UN പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 തവണ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഗൾഫ് മേഖലയാകെ ഇസ്രായേലിനെ ഒറ്റക്കെട്ടായി എതിർത്ത് രംഗത്ത് വരുന്നുണ്ട്. ഏത് ഗൾഫ് രാഷ്ട്രത്തെയും ആക്രമിക്കുന്നത് മുഴുവൻ GCCയെയും ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന പ്രസ്താവനയിലൂടെ UAE ശക്തമായ എതിർപ്പറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും അപലപിച്ചിട്ടുണ്ട്. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയും ദോഹയിൽ നടക്കുകയാണ്. ചുരുക്കത്തിൽ ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേൽ ശരിക്കും പരാജയപ്പെട്ടു. ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കളെ വധിക്കുന്നതിൽ പരാജയപ്പെട്ടതിലൂടെ ദൗത്യം പാളിയതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുക കൂടി ചെയ്തു. ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.